വെൽക്കം. ഇതാണ് നമ്മുടെ കോട്ടയം ലുലു മാളിന്റെ ഫസ്റ്റ് എൻട്രൻസ്, മെയിൻ എൻട്രൻസ് എന്ന് തന്നെ പറയാം. തൊടുവേല പറഞ്ഞ പോലെ തന്നെ ഒരു മിനി മാളാണ്. അത്ര വലിയ മാളൊന്നുമല്ല, കൊച്ചിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മിനി മാളാണെങ്കിലും കോട്ടയംകാർക്ക് വലിയൊരു ലോട്ടറി തന്നെയാണ്. നമ്മുടെ ഫ്രൂട്ട്സിന്റെ സെക്ഷൻ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ്. ഒരു മിനി ATM, റൈറ്റ് സൈഡിൽ ഫൺചൂറ ചെറുതാണ്. പിന്നെ അതിന്റെ ഇപ്പുറത്ത് 500 പേർക്ക് ഇരിക്കാൻ, ഒരേ സമയം 500 പേർക്ക് ഇരിക്കാം. അത്രയും ഇതായിട്ടുള്ള നമ്മുടെ ഫുഡ് കോർട്ട്. ഇത് നമ്മുടെ കേരളത്തിലെ 5ാമത്തെ ലുലു മാളാണ്. 5ാമത്തെ. ഇവിടെ നമ്മുടെ ലേഡീസിന്റെ ബാക്ക് സെക്ഷൻ ഉണ്ട്. തൊട്ടപ്പുറത്തെ ജ്വല്ലറി കൊള്ളാട്ടാ. ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ട്. ജാക്ക് ആൻഡ് ജോൺസിന്റെ ഓഫർ ഉണ്ടോ? അങ്ങനെ ഒട്ടുമിക്ക ബ്രാൻഡ്സിനും ഇവിടെ നല്ല ഓഫേഴ്സ് ഉണ്ട്. ഇവിടുന്ന് പോകുന്ന ലക്ഷണമില്ല. ഇത് കാത്തി കയറി ഇങ്ങനെയാണ് അച്ഛൻ. അവിടുത്തെ ടിവികളുടെ സ്പീക്കേഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും അരച്ച് കലക്കി കുടിച്ചിട്ടേ പോകുള്ളൂ. പുള്ളിനെ ഇറക്കാൻ ഇച്ചിരി പാടാണ്. ടീ സ്റ്റോപ്പ്, നോർത്ത് എക്സ്പ്രസ്, അന്നപൂർണ, നമ്മുടെ വെജിറ്റേറിയൻസിന് ഫേവറേറ്റ്. വെജിറ്റേറിയൻസിന് എന്ത് വേണോ അതൊക്കെ അന്നപൂർണ ചെന്നാൽ. പിന്നെ മൊമോസ് വേണമെങ്കിൽ വാവ് മൊമോസ്, ചിക്കൻ, അമൂൽ ഐസ്ക്രീംസ് എല്ലാം ഉണ്ട്. ഇരിക്കുന്നത് ഇതിൻ്റെ അകത്ത് മൊമോസും ഇതിൻ്റെ അകത്ത് ഫ്രൈഡ് റൈസ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് ഫ്രൈഡ് റൈസ് വിത്ത് ചില്ലി ചിക്കൻ, പിന്നെ ബർഗർ, പെപ്സി. ഹേയ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം അച്ഛനുണ്ട്. ഇന്നൊന്നും പറയണ്ടല്ല, നമ്മുടെ കോട്ടയത്ത് ഏറ്റവും സ്വന്തം അവർക്ക് അവകാശപ്പെടാൻ പറ്റിയ ഒരു ലുലു മാള് വന്നിരിക്കുവാണ് അല്ലേ? എങ്ങനെയുണ്ട് അച്ഛൻ? ലുക്ക് എങ്ങനെയുണ്ട്? പുറത്തെ ലുക്കൊക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര പാർക്കിങ്ങില് ഭയങ്കര ലുക്കാണ്. പാർക്കിങ് അകത്തും ഉണ്ട് കേട്ടാ. ഇതുപോലെ ലുക്കാണ്, ഒന്നും പറയാനില്ല. സെറ്റപ്പാണ്. ഇനിയിപ്പോ അകത്ത് നിന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളിയാണ്. നമ്മൾ കയറുമ്പോ തന്നെ കോസ്റ്റോ കോഫിയാണ് ആദ്യമേ കാണുന്നത്. അപ്പുറത്താണ് എൻട്രൻസ്. നമുക്ക് അങ്ങോട്ട് അടക്കാം. വെൽക്കം. ഇതാണ് നമ്മുടെ കോട്ടയം ലുലു മാളിന്റെ ഫസ്റ്റ് എൻട്രൻസ്, മെയിൻ എൻട്രൻസ് എന്ന് തന്നെ പറയാം. തൊടുവേല പറഞ്ഞ പോലെ തന്നെ ഒരു മിനി മാളാണ്. അത്ര വലിയ മാളൊന്നുമല്ല, കൊച്ചിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മിനി മാളാണെങ്കിലും കോട്ടയംകാർക്ക് വലിയൊരു ലോട്ടറി തന്നെയാണ്. ഇവിടെ ഫസ്റ്റിലെ തന്നെ നമുക്ക് ലൂയിസ് ഫിലിപ്പ് കാണാം, തൊട്ടപ്പുറത്ത് ആരോ കാണാം. ഇത് 2 നില കെട്ടിടമാണ്. നമുക്ക് ആദ്യമേ ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ എക്സ്പ്ലോർ ചെയ്യാം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ KFCയും മിഡിലായിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റും ഉണ്ട്. ഇപ്പൊ 2 ദിവസമായിട്ടുള്ള ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ നല്ല തിരക്കുണ്ട്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് സൺഡേയും കൂടെ അല്ലോ, നല്ല ക്രൗഡ് ഉണ്ട്. എങ്ങനെയുണ്ട്? രക്ഷയില്ലാത്ത ഇവിടെ മെക്ഡൊണാൾഡ്സ് ഉണ്ട്. അധികം ഔട്ട്ലെറ്റ്സ് ഒന്നുമില്ല, എന്നാലും ഇപ്പുറത്ത് മാമാർത്ത്, സ്വാ ഡയമണ്ട്സ്, തൊട്ടപ്പുറത്ത് സിലേയോ എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മള് ഹൈപ്പർ മാർക്കറ്റിൽ കയറണമെന്ന് പ്ലാൻ ഉണ്ട്, പക്ഷെ നല്ല തിരക്കാണ്. കയറണം, ഐശ്വര്യമായിട്ട് ഹൈപ്പറിന്റെ അകത്തേക്ക് കയറാം. ഇതാണ് ഹൈപ്പറിന്റെ അകത്തെ കാഴ്ചകൾ. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ഉണ്ട്, അറിയാലോ, നല്ല തിരക്കുണ്ട്. പിന്നെ ഇത് പുതിയൊരു മാളും കൂടി ആയാലോ. കോട്ടയംകാര് ഏറി ഇറങ്ങി തകർക്കുക. എനിക്ക് തോന്നുന്നത് കോട്ടയത്ത് മാത്രമല്ല, ഇവിടെ അത്യാവശ്യം സാധനങ്ങൾക്ക് ഓഫറുണ്ട്. അപ്പം, ഇടിയപ്പം പൊടി 5 കിലോ 399 രൂപയുടെ 250 രൂപ, 249 രൂപ. അങ്ങനെ ചെറിയ ഡിസ്കൗണ്ട്സ് ഉണ്ട്. റോസ്റ്റഡ് ഐസ് പൗഡർ 5 കിലോത്തിന്റെ 390 വെറും 275 രൂപ. നല്ല തിരക്കുണ്ട്.
കിട്ടിയതാണെങ്കിൽ വലിയ കേജ് തോന്നി. ചെറുതാണ് നോക്കിയത്, പക്ഷെ ചെറുതുണ്ടായിരുന്നില്ല. അതെല്ലാം ആൾക്കാരെ എടുത്ത് തീർത്തു. അതുകൊണ്ട് ഇപ്പോൾ വലിയ കേജ് കിട്ടിയത് ആണ് നമ്മുടെ ഫുഡ് സെക്ഷൻ. ഇപ്പുറത്ത് നമ്മുടെ പലചരക്ക് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇപ്പൊ എന്തെടുക്കുന്ന മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. കാര്യം തിരക്കാണ് മെയിൻ പ്രശ്നം. ചക്കക്കുരു, ഉരുളക്കിഴങ്ങ്, ഇത് കണ്ടോ? ഞാൻ ലുലു മാളിൽ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ കൊച്ചി ലുലു മാളിൽ കണ്ടിട്ടില്ല. വെറൈറ്റി ആയിട്ടുണ്ട്. അച്ഛൻ്റെ അത് എടുക്കാൻ പോവുക. എന്ത് സാധനം? ചീമക്കിഴങ്ങാ? മധുരക്കിഴങ്ങാ? ആ, അങ്ങനെ പറയാല്ലേ. ആ, മധുരക്കിഴങ്ങ് എടുക്കുന്നു അച്ഛനോടെ. അപ്പുറത്ത് നമ്മുടെ തണ്ണിമത്തൻ, പിന്നെ നമ്മുടെ ഷമാം, എല്ലാം പല ഐറ്റംസ്. അപ്പുറത്ത് ചക്ക, അതിൻ്റെ അപ്പുറത്ത് വെളുത്തുള്ളി, ഉള്ളി ഐറ്റംസ് എല്ലാം ഉണ്ട്. അങ്ങോട്ട് ഫിഷ് ഏരിയ, അവിടെ അത് പ്ലം ആകുന്നു. അങ്ങോട്ട് ചെന്ന് നോക്കാം. നമ്മുടെ ഫിഷിൻ്റെ ഏരിയ, അപ്പുറത്ത് മീറ്റ്. അങ്ങോട്ട് പോവാം. ഒരു മത്സ്യ മാർക്കറ്റിൽ കയറിയ ഫീൽ ഉണ്ട് കേട്ടോ. ഫിഷസ് ഒക്കെ ആവശ്യത്തിനുണ്ട് ഇവിടെ. മീറ്റ് ഉണ്ട്, ആട്ടിറച്ചി വേണമെങ്കിൽ ആട്ടിറച്ചി ഉണ്ട്, ബീഫുണ്ട്, ചിക്കൻ്റെ. ഇപ്പുറത്ത് നമ്മുടെ ക്രിസ്മസ് പ്രമാണിച്ച് ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഏതാണ്? എനിക്ക് തോന്നുന്നു ഷുഗർ ഫ്രീ ആണെന്ന് തോന്നുന്നു. ആ, നമ്മുടെ ഇപ്പോൾ ഇവിടെ ബിസ്ക്കറ്റ്സും കേക്സിൻ്റെ ഒക്കെ സെക്ഷൻ. ഇപ്പി നൂഡിൽസ്. ആ, വേണമെങ്കിൽ എടുത്തു, വേണമെങ്കിൽ എടുത്തു. അത് ഹെൽത്തി ബിസ്ക്കറ്റാ, കൊള്ളാല്ലേ. പിന്നെ ബെഡ്ഷീറ്റ്സ് ഒക്കെ ഉണ്ട്. ഓ, ലാഭം ഉണ്ടല്ലോ. അത്യാവശ്യം ഓഫേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അച്ഛനാ മധുരക്കിഴങ്ങ് സീലിയേക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ബേക്കറി സെക്ഷനിലേക്ക് പോകാം. ഞാൻ എന്തും കഴിക്കും. നമ്മള് ബേക്കറിയുടെ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറെ കേക്ക്സും ഡോണറ്റ്സും ഇങ്ങനെയുള്ള ബേക്കറി ഐറ്റംസ് എല്ലാം കാണാം. ചപ്പാത്തി പാക്കറ്റ് നല്ലതാണ്, അടുത്തു. പിന്നെ കുറെ പ്ലം കേക്ക്സ് വന്നിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് പ്രമാണിച്ച്. ഒരുപാട് പ്ലം കേക്ക്സ് ഉണ്ട്. ലുലുവിൻ്റെ തന്നെ ഓൺ പ്രോഡക്റ്റ് ഉണ്ട്. ഇവിടെ ഡെയിലി സെക്ഷൻ, സ്നാക്ക് സെക്ഷൻ, കിച്ചൺ, കുറെ സെക്ഷൻസ് ഉണ്ട്. അങ്ങോട്ടേക്ക് കടക്കാം. സ്നാക്ക് സെക്ഷൻ്റെ അങ്ങോട്ടേക്ക്. അങ്ങനെ നമ്മൾ സ്നാക്ക് സെക്ഷൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. കുറേ കാണാം കേട്ടോ, കുറേ സ്നാക്സ് ഉണ്ട്. ഇപ്പൊ ഈവനിങ് അല്ലാത്തതുകൊണ്ട് കുറേ സ്നാക്സ് ഒക്കെ തീർന്നിട്ടുണ്ട്. ഈവനിങ് വരുമ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. കിച്ചൺ സെക്ഷൻ്റെ അവിടെ മുടിഞ്ഞ തിരക്കാം, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. സൂചി കുത്താൻ സ്ഥലമില്ല, നല്ല തിരക്കാണ്. ജസ്റ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ ഓഫർ ഉണ്ട്. പകുതി വില തുറന്നെടുത്തേക്കാം. അങ്ങനെ അധികം ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല, ഭയങ്കര തിരക്കാണ്. 2 മണിക്കൂർ ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് പോകണ്ടല്ലേ. അവിടെ ലുലു ഉള്ളപ്പോൾ നമുക്ക് ഇവിടെ അതി വലിയ പർച്ചേസ് നടത്തേണ്ട ആവശ്യം. എന്നാലും ഈ ക്യൂല് നിൽക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. അന്യായ ക്യൂ കേട്ടാ. അച്ഛനെ നമ്മൾ ഇവിടെ 1 2 3 4 തൊട്ട് പോയി 24 ബില്ലിംഗ് കൗണ്ടേഴ്സ് ഉണ്ട്. ഏറെക്കുറെ നമ്മൾ എത്താറ കേട്ടോ. അരമണിക്കൂറായി നിൽക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ തിരക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ അരമണിക്കൂറിന് മേലെ നമ്മൾ ഇവിടെ കാത്തിരുന്ന് ബില്ലിംഗ് കൗണ്ടറിന്റെ അവിടെ എത്തിയിരിക്കുന്നു. കുറച്ച് ഐറ്റംസ് എടുത്തുള്ളൂ, കാരണം കൊച്ചി വരെ പോകണം. അത് സ്കൂട്ടറിലാണ് വന്നേക്കണം. പിന്നെ നമുക്ക് പൊക്കത്തേക്കൊക്കെ പോയി ഉള്ള ഫുഡ് കോർട്ട്സും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കണ്ടല്ലേ. അപ്പോൾ എല്ലാം തൂക്കി പിടിച്ചു പോകാൻ ടാസ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് ഐറ്റംസ് എടുത്തുള്ളൂ. ഇതേപോലെ തന്നെ നമ്മുടെ കോഫി കപ്പും ലുലു ഫാഷൻ സ്റ്റോറും ലുലു കണക്റ്റും ഒരൊറ്റ ഫ്ലോറിൽ തന്നെ കേട്ടോ വന്നേക്കണം. കൊച്ചി തിരുവനന്തപുരം മാള് പോലെയല്ല,
ഇത് രണ്ടൊരു ഒറ്റ ഫ്ലോറിലായിട്ടാണ് വന്നേക്കണത്. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ കണ്ട ഒരു മിനി ATM കൊള്ളാല്ലേ. അപ്പുറത്ത് ഫുഡ് കോർട്ട് തന്നെ ഉണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ തന്നെ ഫുഡ് കോർട്ട് വരുന്നുണ്ട്. പുറകെ കാണുന്ന ഫാഷൻ സ്റ്റോർ, ലുലു കണക്ട്, റൈറ്റ് സൈഡിൽ ഫൺചൂറ ചെറുതാണ്. പിന്നെ അതിന്റെ ഇപ്പുറത്ത് 500 പേർക്ക് ഇരിക്കാൻ, ഒരേ സമയം 500 പേർക്ക് ഇരിക്കാം. അത്രയും ഇതായിട്ടുള്ള നമ്മുടെ ഫുഡ് കോർട്ട്. അച്ഛനറിയോ, ഇത് നമ്മുടെ കേരളത്തിലെ 5ാമത്തെ ലുലു മാളാണ്. 5ാമത്തെ. ഞാനിതിനു മുമ്പ് നമ്മള് കൊച്ചിയിൽ എപ്പോഴും പോണല്ലേ, കൊച്ചി തിരുവനന്തപുരത്തും പോയിട്ടുണ്ട്. തിരുവനന്തപുരമാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ മാൾ. പിന്നെ വേറെ രണ്ടിടത്തും കൂടെ ഉണ്ട്. ഒന്ന് കോഴിക്കോടുണ്ട്, പിന്നെ വേറെ എവിടെ പത്തനംതിട്ടയെന്ന് തോന്നുന്നു. നിങ്ങൾ കമന്റ് ചെയ്യും, എനിക്കറിയില്ല അത് 4ാമത്തെ ലുലു മാൾ എവിടെയാണ്. ഇപ്പൊ എൻ്റെ അറിവില് നമ്മുടെ കൊച്ചി, തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്, പിന്നെ സ്ഥലം കൂടെ. നിങ്ങൾ കമന്റ് ചെയ്യട്ടാ. എങ്ങോട്ട് വേണം? ലുലു കണക്ട്. നമുക്കെന്നാ ലുലു കണക്റ്റിലെ വിശേഷങ്ങൾ അറിയാം. അത് സ്റ്റോറിന്റെ അകത്തൂടെ കയറാൻ പറ്റും. രണ്ടും കൂടെ കണക്റ്റഡ് ആട്ടോ. നമുക്ക് ലുലു കണക്റ്റ് ഇവിടെ കയറാൻ പറ്റില്ല. ഫാഷൻ സ്റ്റോറിൽ കൂടെയാണ് കയറാൻ പറ്റുന്നത്. ഫാഷൻ സ്റ്റോർ ത്രൂ കണക്ട് ലുലു കണക്റ്റിലേക്ക്. ഫാഷൻ സ്റ്റോറിൽ കയറുമ്പോൾ തന്നെ കോസ്മെറ്റിക് ഐറ്റംസ് അങ്ങനെയുള്ളതെല്ലാം കാണാം. അപ്പുറത്ത് അലൻസോളി, അങ്ങനെയാണ് ലിവൈസ്, അറ്റത്ത് ലിവൈസ്, ജാക്ക് ആൻഡ് ജോൺസ്, അങ്ങനെയുള്ള പ്രമുഖ ബ്രാൻഡ്സിന്റെ പ്രോഡക്ട്സ് എല്ലാം കാണാം അവിടെ. ഇവിടെ അച്ഛൻ വിളിയാ, അവക്ക് എന്തോ എടുക്കാൻ വേണ്ടി, അനിയത്തിക്ക് വൃന്ദക്ക് എന്തൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ എടുക്കാൻ പോകും, ലിപ്സ്റ്റിക്കാ, ക്യൂടെക്സാ, നമുക്കിതിനെ കുറിച്ച് വലിയ നോളജ് ഒന്നുമില്ല. അതെന്താന്ന് വെച്ചാൽ എടുക്കട്ടെ. ബാക്കിൽ അച്ഛൻ അവക്കെന്തോ ലിപ്സ്റ്റിക് എന്തോ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേയ്മെന്റ് നടന്നുകൊണ്ടിരിക്കുവാണ്. അലൻസോളി ഇത് 599 600 പ്രൈസിൽ വരുന്ന ടീഷർട്ട്സ് കൊള്ളാല്ലേ. പ്ലെയിൻ ലുക്ക്, സ്റ്റാൻഡേർഡ് ഉണ്ട് കാണാൻ. അപ്പുറത്ത് പീറ്റർ ഇംഗ്ലണ്ട്, റിയോ, ലിവൈസ് നോക്കിയേക്കാം. ഇവിടെ നമ്മുടെ ലേഡീസിന്റെ ബാക്ക് സെക്ഷൻ ഉണ്ട്. തൊട്ടപ്പുറത്ത് ജ്വല്ലറി കൊള്ളാട്ടാ. ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ട്. എങ്ങോട്ട് പോകണം അച്ഛൻ? ഡിവൈസിന് അങ്ങോട്ട് പോകാം. പിന്നെ ഒരെണ്ണം എടുത്താൽ 20% ഓഫർ ഉണ്ട് കേട്ടോ. പിന്നെ എന്തോ ക്യാഷ് ബാഗിന്റെ ഫോൺ പേ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കണ്ട അച്ഛൻ. ഡിവൈസിന്റെ ഓഫർ സ്റ്റാർട്ട് ചെയ്യണത് 17-ാം തീയതി തൊട്ടാണ്. ജാക്ക് ആൻഡ് ജോൺസിന്റെ ഓഫർ ഉണ്ടോ? അങ്ങനെ ഒട്ടുമിക്ക ബ്രാൻഡ്സിനും ഇവിടെ നല്ല ഓഫേഴ്സ് ഉണ്ട്. 20% ഓഫർ ഉണ്ട് ജാക്ക് ആൻഡ് ജോൺസിന്. റാംഗ്ലർ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മളെങ്ങോട്ടാ പോണ? അച്ഛന്റെ ഫേവറേറ്റ് ലുലു കണക്ട്. അയ്യോ, ഇത് മെയിനായിട്ട് പറയാൻ കാരണം ഇവിടെ കയറി അച്ഛൻ ഇറങ്ങൂല, അതാണ്. ഇത് കൊച്ചിയിലുള്ളപ്പോഴും ഞാൻ ഇതേപോലെ തന്നെ ലുലു കണക്റ്റിന്റെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ലല്ലോ. ഒട്ടുമിക്ക എല്ലാ പോപ്പുലർ ബ്രാൻഡ്സിന്റെയും പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ട്. TV ആണേലും, ഹെഡ്ഫോൺസ് ആണേലും, സ്പീക്കേഴ്സ് ആണേലും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വീട്ടിലെ അവശ്യ സാധനങ്ങൾ, ടോയ്സ്, അപ്പുറത്ത് ലഗേജ്, അങ്ങനെ. അത് ഫാഷന്റെ ഭാഗമാണ്. ഇത് ഫാഷന്റെ ഏരിയ ആണ്. രണ്ടും കൂടി ഒരു ഫ്ലോറിൽ തന്നെ വന്നേക്കണം. കാണത്തില്ല TCL 4K കണ്ടേ, എന്ത് വലുതാലേ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പ്രൈസ് ഉണ്ടോ? ഓഫർ ഉണ്ട് കേട്ടോ. ഒട്ടുമിക്ക എല്ലാ ഐറ്റംസിനും നല്ല ഓഫർ ഉണ്ട്. ഇവിടെ കയറി ഇറങ്ങാവുന്നില്ല, അതാണ് മെയിൻ പ്രോബ്ലം. പ്രത്യേകിച്ച് ഗേൾസ് ലവേഴ്സിന് ഇവിടെ കയറി ഇറങ്ങാവുന്നില്ല. പാട്ട് വെക്കാൻ പോകും. തുടങ്ങി TV സെക്ഷൻ.
നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ഈ ഓയിലിട്ടാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ളത്. ഇതാണ് പറഞ്ഞ ടിവിനെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ എനിക്കിതിനെ പറ്റി വലിയ നോളജ് ഇല്ല. അതിന്റെ ആളുണ്ട് ഇവിടെ. എങ്ങനെയുണ്ട് ടിവികളൊക്കെ? ടിവികളിൽ ഏറ്റവും രാജാവാണ് ഈ താഴെ ഇരിക്കുന്നത്. ഇപ്പൊ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ടോപ്പ് G4 LGയുടെ G4 ഓയിലിട്ട് താഴെ ഇരിക്കണം. ഓയിലടിയിലെ ഏറ്റവും പൈസ കൂടിയതാണ്. കേട്ടാ ഇതാണ് പുള്ളിക്കാരന് TV പ്രാന്താണ്. പണ്ടോട്ടുള്ള അഡിക്ഷനാണ്. എല്ലാം അറിയാം. ടിവിനെ കുറിച്ചാണെങ്കിലും സ്പീക്കേഴ്സിനെ കുറിച്ചാണെങ്കിലും. അതാണ് ലുലു കണക്റ്റി കയറിയ പുള്ളീനെ ഒന്ന് ഇറക്കാൻ കുറച്ച് പാടാണ്. കണ്ടാ വിശക്കര് ഗൈസ്. ഇവിടുന്ന് പോകുന്ന ലക്ഷണമില്ല. ഇത് കണക്റ്റി കയറി ഇങ്ങനെയാണ് അച്ഛൻ. അവിടുത്തെ ടിവികളുടെയും സ്പീക്കേഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും അരച്ച് കലക്കി കുടിച്ചിട്ടേ പോകുള്ളൂ. പുള്ളിനെ ഇറക്കാൻ ഇച്ചിരി പാടാണ്. അങ്ങനെ ഫൈനലി എങ്ങനെയൊക്കെ അച്ഛനെ പിടിച്ചിറക്കി ഞാൻ ഫുഡ് കോർട്ടിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അൽബേക്ക്, ടീ സ്റ്റോപ്പ്, നോർത്ത് എക്സ്പ്രസ്, അന്നപൂർണ, നമ്മുടെ വെജിറ്റേറിയൻസിന് ഫേവറേറ്റ്. വെജിറ്റേറിയൻസിന് എന്ത് വേണോ അതൊക്കെ അന്നപൂർണ ചെന്നാൽ. പിന്നെ മൊമോസ് വേണമെങ്കിൽ വാവ് മൊമോസ്, ചിക്കൻ, അമൂൽ ഐസ്ക്രീംസ് എല്ലാം ഉണ്ട്. ഇപ്പൊ എന്ത് മേടിക്കും നോക്കി നടക്കുക. അങ്ങനെ ഫൈനലി നമ്മുടെ വാവ് മൊമോ എന്ന് കുറച്ച് മൊമോസും ഫ്രൈഡ് റൈസും ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. 15 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഫൈനലി ഫുഡ് എത്തിയിരിക്കുവാണ്. ഇതാണ് നമ്മുടെ വാവ് മൊമോസിൽ നിന്ന് ഓർഡർ ചെയ്ത ഫുഡ്സ്. ഇരിക്കുന്നത് ഇതിൻ്റെ അകത്ത് മൊമോസും ഇതിൻ്റെ അകത്ത് ഫ്രൈഡ് റൈസ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് ഫ്രൈഡ് റൈസ് വിത്ത് ചില്ലി ചിക്കൻ, പിന്നെ ബർഗർ, ഒരു പെപ്സി. അച്ഛൻ ഫ്രൈഡ് റൈസ് അല്ല കഴിക്കാൻ പോകണം. കഴിച്ചിട്ട് വരാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് മധുരം കഴിക്കാമെന്ന് വിചാരിച്ചു. 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം വേഫിൽ വരാൻ. അങ്ങനെ 4 ഐറ്റംസ് ഒന്നാണ് നോക്കിയേക്കുന്നത്. 4 വേഫൽസ് പറഞ്ഞു. ടോട്ടൽ ബിൽ 328. അങ്ങനെ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേഫൽസ് എത്തിയിരിക്കുന്നു. അടിപൊളി. ഫ്ലേവേഴ്സ് എന്താണ് എന്നോട് ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. കഴിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറിറങ്ങി. എങ്ങനെയുണ്ട്? മാൾ ഇഷ്ടപ്പെട്ടു. എന്തായാലും അടിപൊളി മാള് ഇഷ്ടപ്പെട്ടു. ചെറിയ മാളാണെങ്കിലും ആവശ്യ സാധനങ്ങളുണ്ടാവും. കോട്ടയംകാർക്ക് ഒരു ലോട്ടറി തന്നെയാണ് ഈ മാള്. അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.